അസ്സലാമലൈക്കും. ഞാൻ ഇതുപോലെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കളർ ചെയ്യാനായിട്ട് ഒരു ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് നോക്കാമെന്നുള്ള ഒരു പരീക്ഷണം മാത്രമാണ് കേട്ടോ അത്. അപ്പം ജനുമോനക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാൻ. അപ്പോൾ സ്പൈഡർമാൻ തന്നെ വരയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ വരയ്ക്കുന്ന മുമ്പ് പെയിൻറ്റ് ചെയ്യുന്ന മുമ്പേക്ക് നമ്മളൊരു കാർഡ്ബോർഡ് ഈ ഷർട്ട് ടീഷർട്ട് ആയാലും ഏത് കളറായാലും ഒന്നും കുഴപ്പമില്ല. ഇനി സ്പൈഡർമാൻ തന്നെയല്ല, നമുക്ക് ഇഷ്ടമുള്ള എന്ത് പിക്ചറും വരയ്ക്കാൻ. പക്ഷെ ഒന്നും കൂടി നമുക്ക് വരയ്ക്കാൻ അറിയാത്തവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റിയൊരു പിക്ചറാണ് സ്പൈഡർമാൻ. ഇപ്പം ഞാനിവിടെ ആദ്യം വരച്ചത് വലയായിട്ടാണ്. ഇതിൽ എന്താ പറയുക, പെൻസിൽ അങ്ങനെ വരയ്ക്കുന്നത് മനസ്സിലാവുന്നില്ല. ആദ്യം നമ്മൾ വല വരച്ചു, പിന്നെ സ്പൈഡർമാൻ ആ വലേൻ്റെ നടുവിലായിട്ട് സ്പൈഡർമാൻ്റെ മുഖം വരച്ചിട്ടുണ്ട്. അങ്ങനെ സ്പൈഡർമാൻ്റെ മുഖം വരയ്ക്കുമ്പോൾ നമ്മൾ ആ വല ഇടണം. ആദ്യം വരകൾ വരച്ചിട്ട് വേണം ആ വലയുടെ നടുവിലൂടെയുള്ള വര വരയ്ക്കാൻ. ആദ്യം ഇതുപോലെ ഇങ്ങനെ വര വരച്ച് ആദ്യം കൊടുക്കുക. ആ വര ഫസ്റ്റിൽ വരച്ചതിന് ശേഷം വേണം ഉള്ളിൽ ഫില്ല് ചെയ്യാൻ. എന്നാൽ പിന്നെ നമുക്ക് തെറ്റില്ല. അല്ലെങ്കിൽ ഇതുപോലെ പോലെ നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. മുഖം മൊത്തത്തിൽ അങ്ങനെ തന്നെ. ഈ വലേൻ്റെ അതേപോലെ തന്നെയാണ് നമ്മൾ വലിയ വലയിലും ചെയ്യുന്നത്. അത് കുറച്ചും കൂടി വലുതാക്കിയിട്ടാണ് നമ്മൾ ഒരു പോലെ ഇങ്ങനെ എഴുതുന്നത്. അതും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡ്രസ്സിന് കൊടുത്താൽ പിന്നെ ഇളകി പോകുന്നില്ല. ഇളകി പോകാതിരിക്കാതെ ട്രിക്കൊക്കെ ഉണ്ട്. അതറിയണമെങ്കിൽ വീഡിയോയുടെ അവസാനം വരെ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം ഞാൻ റെഡ് കൊടുത്തിട്ട് ബ്ലാക്ക് ഫില്ലിങ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ ആ വരകളൊന്നും റെഡിനോട് പിന്നീട് അത് ഷെയ്ഡ് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ തെറ്റുമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ബ്ലാക്കിൽ ഫസ്റ്റ് ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷമാണ് റെഡ് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ റെഡ് കൊടുത്തതിന് ശേഷം ബ്ലാക്കിലേക്കൊക്കെ കുറച്ച് റെഡ് ആവും എങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ അതിന് ശേഷം വീണ്ടും ബ്ലാക്ക് എന്ന ഷെയ്ഡ് ഇങ്ങനെ കൊടുത്തിട്ടാണ് വര ക്ലിയർ ചെയ്തത്. ആദ്യം ഞാൻ ആ ബ്ലാക്കിൽ ഫേസ് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ വലയുടെ ഭാഗം ചെയ്യാം. വലയുടെ ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉണങ്ങാൻ എനിക്ക് 2-3 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ അതിൽ കൂടുതൽ ടൈം നമുക്കിത് ഉണങ്ങി കിട്ടാനെടുക്കും. ഇനി ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പ്രെഡായ സ്ഥലത്തൊക്കെ ഞാൻ വൈറ്റിനുകൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കണ്ടോ, ആ പരുന്നതൊന്നും മനസ്സിലാവുന്നും കൂടിയില്ല. കാരണം വൈറ്റ് ഷർട്ടാണ്, അതുകൊണ്ട് വൈറ്റ് പെയിൻ്റ് ആകുമ്പോൾ അങ്ങനെ വല്ലാണ്ട് മനസ്സിലാവുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് കൈ തട്ടിയിട്ടൊക്കെ സ്പ്രെഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ മനസ്സിലാവുന്നില്ല, എവിടെയും അങ്ങനെ നീങ്ങിപ്പോയി തെറ്റിന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം നമ്മളങ്ങോട്ട് ബ്ലാക്കിലേക്ക് ആക്കാതെ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് പിന്നെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഒന്നും കൂടി ഷെയ്ഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരേണ്ടി വരും. ഇനി കണ്ണിന് ഞാൻ വൈറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് ഷർട്ടാണെങ്കിലും ആ വലയിൽ നിന്നും കണ്ണിൽ നിന്ന് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി വൈറ്റ് കളറാക്കണം. എന്നാൽ ആ ഫേസ് ക്ലിയറിൽ കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. നല്ലോണം ഉണങ്ങിയിട്ട് മാത്രമേ ഇനിയുള്ള അടുത്ത ഇതിലേക്ക് പറ്റുള്ളൂ. ഞാനിത് ഇസ്തിരി ഇടാണ്. അത് ചെയ്യണതിന് മുന്നേ നമ്മളൊരു വൈറ്റ് ഷീറ്റാണ് നല്ലത്, പേപ്പർ. കളറൊക്കെ ആണെങ്കിൽ ആ ചൂട് തട്ടുമ്പോൾ അതിലുള്ള എഴുത്തോ കളറൊക്കെ ചിലപ്പം ഡ്രസ്സിലേക്ക് വരുന്നതെന്ന് വരും. അപ്പോൾ 3-4 തവണ നന്നായിട്ട് ചെയ്യണം. ഇത് ചെറിയ പേപ്പർ ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ സൈഡിലും ചൂട് തട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ പിന്നീട് അത് എടുത്ത് മാറ്റി കൊടുത്ത് ആ സൈഡ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് അയൺ ചെയ്തത്. അപ്പം അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുക. അതാ നല്ല ഞാനൊരു പെട്ടിയിലാക്കാൻ പോകട്ടെ. അതാ ഗിഫ്റ്റ് പെട്ടിയിൽ ആക്കിയിട്ടുണ്ട്. സിനിമോന് വരുമ്പോൾ നമുക്കിത് കാണിച്ചു കൊടുക്കും. വാ, ഇതിൽ എനിക്കൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങോട്ട് വാ. വാ തുറന്നോക്ക്. ഇതെന്താ നോക്കിയോക്ക്. ഷർട്ട്, സെനുവിൻക്ക് ഷർട്ടിൻ്റെ മേലെ ഉമ്മ വരച്ചതാ. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടമായ? എന്താ സാധനം? സ്പൈഡർമാൻ ആണല്ലോ. എനിക്ക് ഇഷ്ടമായി. നോക്കട്ടെ. താങ്ക് യു ഒന്നും പറയാത്തേ. എന്നാൽ അത് ലിയാച്ച നടക്കും. എനിക്ക് ഇഷ്ടമായിട്ടില്ല തോന്നുന്നു കേട്ടോ. ലിയാച്ച അങ്ങ് തരച്ചേ? അങ്ങാണ് ഇഷ്ടമായി. നമുക്ക് ഇട്ടോക്കാം.
എനിക്ക് തരാം. നമുക്ക് ഇതാ എനിക്ക് ഉണ്ടാക്കിയാ നമുക്ക് ഇട്ട് വെക്കാം. എന്നാല് വാ. ഇവിടെ ഓനക്ക് പരാതി ഇവിടെ വരച്ചിട്ടില്ലല്ലോ പറയും പോലെ. ഇവിടെ അല്ല സ്പൈഡർമാൻ. തിരിഞ്ഞിക്ക് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. കുറച്ച് വിട്ടിക്ക് നോക്കട്ടെ. അയവ പൊളിച്ചണല്ലോ. ഇമ്മ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. കാണുന്നില്ല? കണ്ടോ ബാക്കിൽ സ്പൈഡർമാനെ അടിപൊളി അയക്കണല്ലോ. സെനുവിൻ്റെ ഷർട്ടിൻ്റെ ബാക്കിൽ കാണില്ല? അങ്ങനെ നിന്നാ കാണൂല. കാണില്ലടാ. അമ്മ വീഡിയോ എടുത്തരാ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ.